ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാൻഡ. 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഇവിടെ മുത്തശ്ശൻ്റെ മകളും ആ സെക്യൂരിറ്റി ഗാർഡും കൂടി ലെറ്റർ ബോക്സിനടുത്ത് നിന്നപ്പോൾ അവർക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കുവാണ്. അവൾ പറയും, എൻ്റെ അച്ഛൻ ഈ ലെറ്ററിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി കാത്തിരുന്നത്. ഹൈത്താങ്ങിൻ്റെ ലെറ്ററാണ്. എവിടെയാണ് ഈ മെയ്വാൻ ടൗൺ? അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നുണ്ട്, ഈ ലെറ്റർ വായിക്കരുത്, ആ മെയിൽ ബോക്സിന് എന്തോ പ്രശ്നമുണ്ട്, അതൊരു മനുഷ്യൻ എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മനുഷ്യനല്ലെങ്കിൽ ആരാ, പൂച്ചയാവും? അങ്ങനെയല്ല, ഈ സ്ഥലം എന്തോ ഹോണ്ടഡ് ആണെന്നാണ് തോന്നുന്നത്. ഈ സ്പിരിറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോഴേക്കും അവൾക്കൊരു കോൾ വരും. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അവളുടെ അച്ഛൻ്റെ ഇൻഫർമേഷൻ പോയി രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത്. പോകുമ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ് അവളോട് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പുറത്ത് ആരോടും പറയരുത്, എനിക്കിവിടെ എത്ര കഷ്ടപ്പെട്ടാണെന്നോ ജോലി കിട്ടിയത്, പുറത്ത് ആരെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും. അവൾ പറയും, ഉറപ്പായിട്ട് ഞാൻ ഇത് ആരോടും പറയില്ല, പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണം. ഒരു കുഴപ്പമില്ല, ഉടനെ ഞാൻ അറിയിച്ചോളാം. അവളങ്ങ് പോകുമ്പോൾ പേടിച്ചിട്ട് ഉടനെ അവൻ്റെ റൂമിലേക്ക് ഓടിപ്പോവുകയാണ്. അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. അവിടെ അവളുടെ അച്ഛൻ്റെ ID ചോദിക്കുകയാണ്. പക്ഷേ അവളുടെ കയ്യിൽ അതില്ലാത്തത് കാരണം അവളുടെ ID കൊടുക്കുകയാണ്. യൂനിയാൻ എന്നാണ് അവളുടെ പേര്. അവളുടെ അച്ഛൻ്റെ പേര് യു ഷിഹോം. പോലീസ് ഓഫീസർ സെർച്ച് ചെയ്തിട്ട് ശരിക്കും നിങ്ങളുടെ അച്ഛൻ മിസ്സിംഗ് ആണോ എന്ന് ചോദിക്കുകയാണ്. കാരണം അതിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛൻ 20 വർഷത്തിന് മുന്നേ പ്രിസണിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഇവൾ ചുമ്മാ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്, എന്തോ ഫേക്കാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ കൂടെ സെക്യൂരിറ്റി ഫുട്ടേജിൽ കാണിച്ചു തന്നല്ലേ എൻ്റെ അച്ഛൻ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ള ആൾ, അതല്ല അവളുടെ അച്ഛനെന്ന് അവൾ പറയാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, അവരുടെ ഈ ഡേറ്റാബേസ് രാജ്യം മുഴുവൻ അതാണ്, അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഒന്നും തെറ്റാവാൻ ചാൻസ് ഇല്ല. അവളും പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ കുഞ്ഞിലേ മുതലേ അവളെ വളർത്തിയതാണ്, പെട്ടെന്ന് എങ്ങനെയാണ് അവളുടെ അച്ഛൻ പ്രസൻറ്റിൽ പോകുന്നതും 20 വർഷത്തിന് മുന്നേ മരിക്കുന്നതും എന്നൊക്കെ. പോലീസുകാരൻ അവളോട് വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഡാനിഷ് കുക്കീസ് എന്ന് പറയുന്ന ഒരു കുക്കി ബോക്സ് കാണുന്നതും. അത് തുറന്നു നോക്കുന്നതും അതിൽ മുഴുവൻ ട്രെയിൻ ടിക്കറ്റ്സ് ആണ്. ഈസ്റ്റ് പുഷൂയി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ബെയ്ജിങ് നോർത്തിലേക്കാണ് ട്രെയിൻ ടിക്കറ്റ്സ്. അതുപോലെ തിരിച്ചും റിട്ടേൺ ടിക്കറ്റ്സ് ഉണ്ട്. കൂടാതെ ഹൈത്താങ്ങിന് ഇഷ്ടമുള്ള മറ്റേ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഒരു പോസ്റ്റ് കാർഡും കാണുന്നുണ്ട്. അതിന് താഴെ ഹൈത്താങ് എന്നും പറഞ്ഞ് പേരെഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. അത് അവൾ വന്ന അവൾക്ക് മെയിൽ ബോക്സിൽ നിന്ന് കിട്ടിയ ലെറ്റർ, അതിലും അതേ സൈനും പേരും തന്നെയാണ്. അവൾ അതങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെച്ച് നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഈസ്റ്റ് പുഷൂയാണ് കാണിക്കുന്നത്. അവിടേക്കൊരു പയ്യൻ വരുന്നുണ്ട്. അവൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അമ്മേനെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ഫോഴ്സ് ചെയ്തിട്ടായാലും കൊണ്ടുവരും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അവൻ വീട്ടിൽ വന്ന് അമ്മേനെ അന്വേഷിക്കും. പക്ഷേ അമ്മേനെ ഒരിടത്തും കാണാനില്ല. അമ്മയുടെ ഫോണൊക്കെ ഡയൽ ചെയ്ത് നോക്കുമ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോൾ വീട്ടിലെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അവൻ്റെ പേര് വൺറു എന്നാണ്. ട്രാഫിക് പോലീസാണ് അവനെ വിളിക്കുന്നത്. മൗണ്ടനിൽ ഒരു വൈറ്റ് കാർ പാർക്ക് ചെയ്തിട്ടിരുന്നിട്ട് കുറച്ച് നാളായി. രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ അമ്മയുടെ പേരിലാണ് കിടക്കുന്നത്. കാറ് വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ടാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ അവനാകെ പേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പഴയ കാലമാണ് കാണിക്കുന്നത്. നായകൻ ഹൈത്താങ്ങിനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. രാത്രി അവൾ അവിടെ കിടന്നോട്ടെ എന്ന് കരുതി അവൻ മറ്റേ ബഡി ബില്ലിയാർഡ്സിലാണ് പോയി കിടന്നത്. പിറ്റേന്ന് അവൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അവൻ സ്കൂളിലേക്ക് വരും. സ്കൂളിലും വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ്സിൽ അവളില്ല. അവളെ മിസ്സിനെ കാണാനായിട്ട് വന്നേക്കാണ്. മിസ് അവളോട് ക്ലാസ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കും. അവളൊന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ്. അവളുടെ ചുണ്ടും മുഖവും ഒക്കെ പാട് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് മിസ്സ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്നോട് സത്യം തുറന്നു പറയേ, നിനക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഫണ്ട് ഞാനിപ്പോൾ അടയ്ക്കാം, പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടും അവളൊന്നും പറഞ്ഞില്ല. പകരം ക്ലാസ് ഫണ്ട് ഞാൻ കൊണ്ടുതരാം മിസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. ഇവിടെ ക്ലാസ്സിലാണെങ്കിൽ ഈ പ്രശ്നക്കാരൻ പയ്യൻ നമ്മുടെ ഹൈത്താങ് അവളുടെ അച്ഛനെ കൊല്ലാൻ പോയി, കുത്തി, വയറ് പുറത്ത് ചാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമേഴ്സ് അങ്ങ് സ്പ്രെഡ് ചെയ്യാണ്. ക്ലാസ്മേറ്റ്സിനോട് എല്ലാവരോടും പറയുന്നുണ്ട് അവൻ കഥ. കുറേ നേരം അവൻ കേട്ടു. പക്ഷെ സഹി കേട്ടപ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാണ്, നീ എന്താ അവളെക്കുറിച്ച് പറയുന്നതെന്ന്. അപ്പോഴേക്കും അവൾ ക്ലാസ്സിലേക്ക് വരും. അവളെ കാണുന്നതും എല്ലാവരും പോയി അവരവരുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. പക്ഷേ അവളുടെ അച്ഛൻ വന്ന് അവളുടെ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവൾ എന്നെ കുത്തി, നിങ്ങളെല്ലാവരും കണ്ടോ, ഇങ്ങനെയാണ് ഒരു മകൾ അച്ഛനോട് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ വന്ന് ടീച്ചേഴ്സിനെ എല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രിൻസിപ്പലും ടീച്ചേഴ്സും എല്ലാവരും അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇതെൻ്റെ കുട്ടിയുടെ ഭാവിയാണ്, ഇനി അവളിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഓടി താഴേക്ക് വരും. അയാളെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ അടിക്കാനായിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ പിടിച്ച് അവളെ മാറ്റും. അവളുടെ അച്ഛനാക്കി ദേഷ്യപ്പെടുകയാണ്. ഇവനെയും കാണുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു, ഇവൻ്റെ കൂടെ ആയിരുന്നോ? അത് കേൾക്കുന്നതും അവനും വന്ന് അയാളെ അടിക്കാനായിട്ട് വരികയാണ്. കുട്ടികളെല്ലാം ചേർന്ന് അവനെയും പിടിച്ചു മാറ്റും. ബോയും ടീച്ചേഴ്സും പ്രിൻസിപ്പളിൻ്റെ റൂമിലാണിപ്പോൾ. ആണെങ്കിൽ അങ്ങ് അഭിനയിക്കുകയാണ്. അയാൾ കഷ്ടപ്പെട്ടാണ് മകളെ പഠിപ്പിച്ചത്,
അയാളുടെ കയ്യിൽ ഇപ്പോൾ ഒട്ടും പൈസ ഇല്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങി വരെ മകളെ പഠിപ്പിച്ചു. അവളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് അയാളുടെ ആകെ ലക്ഷ്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് വെളുപ്പിക്കുകയാണ് അയാൾ. ഇയാളിത് പോയി പുറത്ത് പറഞ്ഞുകൊണ്ട് കിടന്നാൽ ടീച്ചേഴ്സിനും അവരുടെ സ്കൂളിനുമാണല്ലോ മൊത്തത്തിൽ മോശം. അത് കാരണം പ്രിൻസിപ്പൽ കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കാനായിട്ട് നോക്കുകയാണ്. കുറച്ച് പൈസ അയാൾക്ക് കൊടുത്തിട്ട് പറയും ഇതും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം, നിങ്ങൾ നല്ല മനുഷ്യരാണ്, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് അയാൾ അഭിനയിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവരുടെ പൈസയും വാങ്ങിയിട്ട്. പ്രിൻസിപ്പൽ ഈ മിസ്സിനെ വഴക്കും പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കുട്ടികളെയൊക്കെ വളർത്തുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ, ക്ലാസ്സിൽ അവർ ഡിസിപ്ലിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മിസ്സാണെങ്കിൽ നേരെ വന്നിട്ട് അവനെ ഒരുപാട് വഴക്ക് പറയാണ്. നീ സ്കൂളിൽ ശരിക്കും വന്നത് പഠിക്കാൻ തന്നെയാണോ? ഇത്രയും പ്രശ്നങ്ങൾ നിന്നെപ്പറ്റി ആണോ ഉണ്ടായിരിക്കുന്നത്? പോരാത്തതിന് അവൻ്റെ ഒരു ലവ് ലെറ്ററും. അപ്പോൾ അവനും ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ ലെറ്റർ ഞാൻ എല്ലാം എഴുതിയെന്ന് പറഞ്ഞല്ലേ. ടീച്ചർ പറയുന്നുണ്ട്, നീ കുട്ടിക്കാലത്ത് ഓർഫണേജിലായിരുന്നപ്പോൾ തൊട്ട് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയതാ. നീ വേണ്ടാത്ത കൂട്ടുകെട്ടും ആ ലീ ചാതങ്ങുമായിട്ട് നടന്ന് ഗുണ്ടയാവാനാണോ ശ്രമം? എനിക്ക് ഹൈത്താങ്ങിനെ അറിയാം. അവൾ നല്ലൊരു കുട്ടിയാണ്. അവൾക്കിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നത്തിനെല്ലാം കാരണം നീയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സെക്കൻഡ് ചാൻസ് നിനക്കിവിടെ വാങ്ങി തന്നതെന്ന് അറിയാമോ? എന്നിട്ടും പഠിക്കാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണോ നീ? അവനെ അവസാനം സഹിയിട്ട് പറയാണ്, ഞാനാണ് എല്ലാത്തിനും പ്രശ്നക്കാരനാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിക്കോ. പക്ഷേ ഹൈത്താങ് അവളെ ഒന്നും ചെയ്യരുത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആ ക്ലാസ് ഫണ്ട് അതും ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്തത്. അത് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അവൻ ആ പൈസ അവിടെ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ബാഗ് കൊടുത്ത് അവൻ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ പ്രശ്നക്കാരൻ പയ്യൻ പറയുന്നുണ്ട്, കണ്ടോ സ്കൂളിൽ റൂളൊക്കെ ഉണ്ട്. അവൻ എക്സ്പെൽ ചെയ്തു. അതറിഞ്ഞിട്ട് നമ്മുടെ നായിക മിസ്സിനെ കാണാനായിട്ട് വരുന്നുണ്ട്. മിസ്സിനോട് അവൾ വന്ന് പറയും, അവൻ പ്രശ്നക്കാരനൊന്നും അല്ല, അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അവനെ സസ്പെൻഡ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിസ്സ് തിരിച്ച് അവളെ വഴക്ക് പറയുകയാണ്, നിനക്ക് യൂണിവേഴ്സിറ്റി ചേരണം, പഠിക്കണം എന്നൊക്കെയല്ലേ ആഗ്രഹം, ഇതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവൾ വീണ്ടും പറയുന്നുണ്ട്, അവനെ സസ്പെൻഡ് ചെയ്യരുത്, അവ ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല. മിസ്സ് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്നറിയുമ്പോൾ അവൾ സ്കൂളിന് പുറത്തേക്ക് പോയി ഗേറ്റിന് അവിടെ പോയി നോക്കും. പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞു. അവനവിടെ നിന്ന് നേരെ വരുന്നത് ചായയുടെ അടുത്താണ്. അവരുടെ ബഡീസ് ബില്ലിയാർഡ്സിലേക്ക് വരും. അവിടെ റാറ്റും ചായയും ഉണ്ട്. ചായ അവനോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? നിനക്കിതിലേക്ക് ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ആ പെൺകുട്ടിയുടെ കേസ്. അത് നീ എന്തിനാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് നീ കത്തിയെടുത്ത് അയാൾ കുത്താനൊക്കെ പോയത്? അങ്ങനെയൊക്കെയാണല്ലോ നാട്ടുകാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചാ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴും അവൻ പറയുന്നത് അവളൊരു ഹെൽപ്ലെസ് ആണ്, അവളുടെ അച്ഛൻ ഒരു ദുഷ്ടനാണ്, ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി അയാൾ അവളെ ഫ്രെയിം ചെയ്യുകയാണ്, അവളുടെ നിന്ന് പൈസയൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ചാ വീണ്ടും അവനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്താണ്, നമ്മൾ പൈസ കടം വാങ്ങിയവരുടെ നിന്ന് പോയി പൈസ പിടിക്കുന്ന ആൾക്കാരാണ്, അല്ലാണ്ട് ഞങ്ങൾ ജസ്റ്റിസ് നടത്തുന്ന ആൾക്കാരല്ല പറഞ്ഞ് അവന് മുഖത്തിട്ട് ഒരടി കൊടുക്കും. നീ ഇവിടെ വന്നപ്പോൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞതാ, നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാണ് സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓരോ ഡേയും ആ ബാവയുടെ അടിയിൽ കിടന്നിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെന്തിനാ എൻ്റെ കൂടെ നിൽക്കുന്നത്? എൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ലേ? എൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് ചാ അവരോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ അവളെ കാണാനായിട്ട് പോവുകയാണ്. അവൾ മറ്റേ ബുക്ക് സ്റ്റോറിൽ വർക്ക് ചെയ്യുകയാണല്ലോ സ്കൂൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവക്കൊരു മനസ്സിൽ വിഷമമുണ്ട്, ഇവൾ കാരണമാണല്ലോ അവൻ സ്കൂളിൽ നിന്ന് പുറത്തായത് എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടും പുറത്ത് ആ പുഴയുടെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്നെ ഓർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് സ്കൂളിൽ പോകണമെന്നൊന്നും താല്പര്യമൊന്നുമില്ല. എന്നിട്ട് അവൾ പോക്കറ്റിൽ നിന്ന് അവന് പൈസ എടുത്ത് കൊടുക്കുകയാണ്. കാരണം അവളുടെ ക്ലാസ് ഫണ്ട് അവനാണല്ലോ കൊടുത്തത്. അവൻ വാങ്ങാൻ കൂട്ടാക്കാത്തത് കാരണം അവൾ പറയും, ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നോട് ഇനി ഒരിക്കലും സംസാരിക്കില്ല. അങ്ങനെ പറയുമ്പോൾ അവൻ ആ പൈസ വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വീണ്ടും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അവൾക്ക് കൊടുക്കും. ഇത് ഞാൻ നിൻ്റെ ഗ്രാൻഡ്മയുടെ പൈസ, ആ പൈസ എടുത്തതാണ്, അത് ഞാൻ നിനക്കും തിരിച്ചു തരികയാണ്. അവളിങ്ങനെ അത് വാങ്ങാതിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് നീ വാങ്ങിയില്ലെങ്കിൽ ഞാനും നിന്നോട് സംസാരിക്കില്ല. അങ്ങനെ പറയുമ്പോൾ അവൾ വാങ്ങും. എന്നിട്ട് അവൻ ബഡീസ് ബില്ലിയാർഡ്സിലെ ഫോൺ നമ്പർ അവൾക്ക് കൊടുക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവൻ അവളെ കാണാനായിട്ട് വന്നപ്പോൾ അവിടുത്തെ ഗ്രാൻഡ്മയുടെ സ്വീറ്റ് സൗർ സൂപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനത് അവൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അവൻ ലെറ്റേഴ്സ് വീണ്ടും നോക്കുകയാണ് എടുത്ത്. ലെറ്റേഴ്സ് കീറിപ്പോയതിനാൽ അവൻ ടേപ്പ് വെച്ച് അതെല്ലാം ഒട്ടിച്ച് ചേർക്കുന്നുണ്ട്. അവളാണേലോ വീട്ടിലിരുന്ന് പഠിക്കുന്നുമുണ്ട്. അവൻ എഴുതി കൊടുത്ത നമ്പർ അവളെടുത്ത് നോക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അവളറിയാതെ അവൾക്ക് വേണ്ടി കാവലിരിക്കാനായിട്ട് അവനും ഉണ്ടായിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ അപ്ലോഡ് ചെയ്യാം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.